നമ്മള് ഇന്നത്തെ ക്ലാസ്സില് 2-digit നമ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നതെന്നുള്ളതായിരുന്നു. ഡിവിഷൻ ബൈ എ 2-digit ഡിവൈസ് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിന്റെ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7,225 divided by 85. 7,225 divided by 85. ആൻസർ എത്രയാണ് ആദിശ്രീ? മിസ് ഒന്നുകൂടി പറയോ? 7,225 divided by 85. അതിന്റെ ആൻസർ എത്രയാണ് കിട്ടിയത്? മിസ് ഏത് ക്വസ്റ്റ്യനാ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ DEF ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത്. ആൻസർ റിമൈൻഡർ 86. 7,225 divided by 85 ചെയ്തപ്പോ റിമൈൻഡർ വന്നോ? Quotient 86. ഒരു Quotient മിനിറ്റ്. 86. ഫാത്തിമ ഷിഫയ്ക്ക് എത്ര ആൻസർ കിട്ടി? Quotient 85. റിമൈൻഡർ 0. അതിശ്രീ ചെയ്തതിൽ എവിടെയോ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി നോക്കുമ്പോളെ ആൻസർ വരുന്നത് 7,225 divided by 85ന്റെ ക്വോഷ്യന്റ് 85, റിമൈൻഡർ ഈസ് 0. കിട്ടിയിട്ടുണ്ടോ? എത്ര പേർക്ക് കിട്ടി? റൈസ് യുവർ ഹാൻഡ്. എത്ര പേർക്ക് കിട്ടി? Okay, next question. 6,450 divided by 25. 6,450 divided by 25. വരുൺ ഉണ്ണികൃഷ്ണൻ എത്രയാ മോനെ ആൻസർ കിട്ടിയത്? 258 കിട്ടിയോ? 258 ആൻസർ കിട്ടിയോ? യെസ്, ഓക്കെ, 258 ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8,355 divided by 33. 8,355 divided by 33. റെൻ പറഞ്ഞ മോനെ ആൻസർ എത്രയാ കിട്ടിയത്? റിമൈൻഡർ എത്രയാ കിട്ടിയത്? 6. കേട്ടില്ല, റിമൈൻഡർ 6. റിമൈൻഡർ 6 ആണോ കിട്ടിയത്? Yes, miss. അതെന്നെ കിട്ടിയത്. ക്വോഷ്യൻ 253. ഓക്കെ, റിമൈൻഡർ എത്രയാ കിട്ടിയത്? റിഫാം അറിയാം. 6. ഓക്കെ, ഫാത്തിമ ഷിഫയ്ക്ക് എത്ര കിട്ടിയത്? ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. എന്തായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ? കാണുന്നില്ല. 8,355 divided by 33. അപ്പൊ 33 ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എത്ര തവണയാണ്? 83 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. Then we will get 66.
7 1 ഇവിടെ ഒന്ന് മൈനസ് ചെയ്തില്ലേ ഇവിടെ 7 അല്ലേ ഉള്ളൂ then 1 175 33 into 5 എന്ന് പറയുന്നത് 5 വരും 165 then 0 1 0 again ഈ 5 നെ നമ്മൾ താഴേക്ക് എടുത്ത് എഴുതും then 33 into 3 വരും ആൻസർ 99 ആണ് ഇവിടെ വരുന്നത് then 3 റിമൈൻഡർ എത്ര വന്നു equal to 6 okay quotient 253 remainder 6 അല്ലേ റൺ ഇങ്ങനെയല്ലേ കിട്ടിയത് yes okay അപ്പൊ ആൻസർ കിട്ടിയോ എല്ലാവർക്കും കിട്ടിയോ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം നമ്മൾ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തത് ഓക്കെ വേർഡ് പ്രോബ്ലംസ് ആണ് ഇപ്പോൾ പറയുന്നത് The cost of 40 packets of erasers is 700 rupees 720. Calculate the cost of one packet of erasers. അതായത് 720 rupees ആണ് 48 പാക്കറ്റ് ഇറേഴ്സിന്റെ റേറ്റ് അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റിന് റേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കാണാൻ എന്താ ചെയ്യേണ്ടത് നൈനിക അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാക്കറ്റിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ പറയൂ കേൾക്കുന്നില്ല മൊത്തം ഇന്ന് നെറ്റ് ഭയങ്കര സ്ലോ ആണ് എല്ലാവരുടെ സൈഡിൽ നിന്ന് മിസ് ഇങ്ങനെയാണ് കാണുന്നത് ഇഷാൻ പറഞ്ഞ മോനെ അവിടെ എന്താ ചെയ്യേണ്ടത് ഇഷാൻ അവിടെ എന്തോ ഓപ്പറേഷനാ ചെയ്യേണ്ടത് rupees 720 ആണ് അങ്ങനെയാണെങ്കിൽ വൺ പാക്കറ്റിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല എന്ന് മിസ് വിചാരിക്കുന്നു ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു 720 rupees ആണ് 48 പാക്കറ്റ്സ് ഓഫ് ഇറേഴ്സിന് അങ്ങനെയാണെങ്കിൽ വൺ പാക്കറ്റിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത് എന്താ ചെയ്യേണ്ടത് 720 divided by 48 അങ്ങനെയാണോ ചെയ്യേണ്ടത് യെസ് അപ്പൊ ആൻസർ എന്ത് വരും നൈനിക പറഞ്ഞേ ആൻസർ എന്ത് വരും പറയൂ നൈനിക ആൻസർ എന്ത് വരും മിസ് ഒന്നും കൂടി fourth question the cost of 40 packets of erasers is rupees 720 calculate the cost of one packet of erasers ഒരു പാക്കറ്റ് ഇറേസറിന്റെ റേറ്റ് എത്രയാണ് 15 ആൻസർ കിട്ടിയോ എത്ര പേർക്ക് ആൻസർ കിട്ടി 15 okay next question in an assembly 702 people are asked to stand in 27 rows in such a way that each row has an equal number of people how many people will be there in each row അപ്പോ ഒരു ഇതില് 702 people ഉണ്ട് അവരോട് 27 റോ ആയിട്ട് നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു റോയില് എത്ര പേർക്ക് നിൽക്കാൻ സാധിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത് ഓക്കെ റിഫോം അറിയാം പറയൂ 26
ഒരു റോയില് 26 നമ്പർ ഓഫ് പീപ്പിൾസിന് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പീപ്പിളിന് കാരണം എന്താ 702 പീപ്പിൾ ഉണ്ടായിരുന്നു. അവർ 27 റോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ലൈനിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 702 ഡിവൈഡഡ് ബൈ 27 അല്ലേ? ആണോ? യെസ്. Sheena buys 165 sweets to distribute equally among 36 classmates on her birthday. How many sweets will each child get and how many sweets will be left with her? എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് അവളുടെ കയ്യിൽ 165 സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോ കയ്യിൽ 165 സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. 36 ക്ലാസ്മേറ്റ്സ് ആണ്. അതായത് ഒരു ക്ലാസ്സിൽ അവളുടെ ക്ലാസ്സിലുള്ളത് 36 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആയിട്ട് ഓരോരുത്തർക്കും എത്ര എണ്ണം വീതം കൊടുക്കാൻ പറ്റും? അതേപോലെ ഹൗ മെനി വിൽ ബി ലെഫ്റ്റ് വിത്ത് ഹർ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ആൻസർ ആര് പറയും? ഹിന പറഞ്ഞ മോളെ ആൻസർ പറയൂ. ഓരോ സ്റ്റുഡൻസിന് എത്ര എണ്ണം കൊടുക്കാൻ പറ്റും? എത്ര എണ്ണം കൊടുക്കാൻ പറ്റും? ഓക്കെ, സാജസ് പറയൂ. സാജസ് പറഞ്ഞ മോനെ. എത്രയാണ്? Quotient 4. Reminder? 21. Yes, അങ്ങനെയാണോ കിട്ടിയത്? അതായത് ഓരോ കുട്ടികൾക്കും 4 സ്വീറ്റ്സ് വീതം ഈക്വലി എല്ലാവർക്കും 4 എണ്ണം വീതം കൊടുക്കാൻ പറ്റും. റിമൈൻഡർ ആയിട്ട് എത്ര എണ്ണം കയ്യിലുണ്ടാവും? അവളുടെ കയ്യിൽ എത്ര എണ്ണം ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും? 21 will be left with Sheena. ആണോ? ആണോ? നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കുന്ന ആണോ അല്ലയോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Kinchal fills a 1176 liter tank with 42 buckets of water. What is the capacity of the bucket? അതായത് 1176 ലിറ്റേഴ്സ് കൊള്ളുന്ന ഒരു ടാങ്ക്, അത്രയും വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടാങ്കില് 42 ബക്കറ്റ്സ് ഓഫ് വാട്ടർ കൊണ്ട് നിറച്ചാണ് അത് ഫിൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബക്കറ്റിന്റെ കപ്പാസിറ്റി, അതായത് ബക്കറ്റ് എന്തോരം വാട്ടർ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ധർമ്മിക് പറഞ്ഞ മോനെ. പറയൂ. ഇന്നലെ രാവിലെ ഓക്കെ, ചെയ്തിട്ടില്ല. ഓക്കെ, ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വൺ സാദിസ് പറഞ്ഞോളൂ മോനെ. 28. വരുൺ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ മോനെ. അതാണോ ആൻസർ കിട്ടിയത്? വരുൺ. 28. മിസ് ഇപ്പോ അത്യാവശ്യം കേൾക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ റേഞ്ച് ഉള്ളവരെ നോക്കിയിട്ടാട്ടോ ഇപ്പൊ പേര് വിളിക്കുന്നത്. എല്ലാവരും ചെയ്യണം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാട്ടോ. കൃത്യമായിട്ട് ഡിവിഷൻ ഇതുവരെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് കപ്പാസിറ്റി ഓഫ് ബക്കറ്റ് എത്രയാണ്? 28 ലിറ്റേഴ്സ് ആണ്. അതായത് ഒരു സമയം ബക്കറ്റിൽ 28 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ 42 ടൈംസ് കൊണ്ടുപോയപ്പോഴാണ് 1176 ലിറ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ടാങ്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. മനസ്സിലായോ? അപ്പൊ ഇത്രയായിരുന്നു ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. 8th question. The total weight of 18 sacks of sugar is 2250 kg. What is the weight of each sack? അതായത് ടോട്ടൽ വെയിറ്റ് ആണ് 18 ചാക്ക് പഞ്ചസാരയുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 2250 kg ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചാക്ക് പഞ്ചസാരയിൽ എത്ര? വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് ഈച്ച് സാക്ക്? ഒരു ചാക്കില് എന്തോരം വെയിറ്റ് എടുക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇപ്പൊ മിസ്സിന്റെ ഒപ്പം എഴുതണം. നമ്പർ ഓഫ് സാക്സ്. നമ്പർ ഓഫ് സാക്സ്. എത്ര ചാക്കാണ് ഇവിടെ ഉള്ളത്? നമ്പർ ഓഫ് സാക്സ് is equal to 18. Total quantity of sugar. എത്രയുണ്ട്? 2250 kg. 2250 kg. Each sack have the capacity, അല്ലെങ്കിൽ ഒരു സാക്കിന് each sack, one sack can hold 1 അങ്ങനെയാണെങ്കിൽ ഒരു സാക്കിന്റെ അകത്തെ വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? is equal to, ഒരു സാക്കിന്റെ അകത്തെ കാണാൻ വേണ്ടിയിട്ട് 2250 divided by 18. എന്താ നമ്മൾ ചെയ്യേണ്ടത്? 2250 divided by 18. എങ്ങനെയാണ് 18 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 18 2 ല് പോകത്തില്ല, അപ്പൊ നമ്മൾ അവിടെ 0 ചെയ്തു. then 22 നെ കൺസിഡർ ചെയ്തു, 1 ടൈം പോവും. then 18 നമ്മൾ ഈ 5 നെ താഴേക്ക് എടുത്ത് എഴുതി. then 22 minus 18 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. then 18 45 ല് എത്ര ടൈംസ് പോകും? 2 ടൈംസ് പോകും. then 45 minus 36, that is 9. then 0, last 0 നെ നമ്മൾ എഴുതി. അവിടെ എത്ര വരും? 5. 18 into 5 ആണ് 90 എന്ന് പറയുന്നത്. then here comes 90, remainder is 0, quotient is 125. അപ്പോൾ നമുക്ക് എന്ത് പറയാം? weight in one sack is equal to 125 kg. ഒരു ചാക്കില് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഷുഗറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 125 കിലോഗ്രാം ആണ്. മനസ്സിലായോ? എഴുതിയെടുത്തോ? Okay, next question. A shopkeeper buys 504 apples. If the apples are packed in 24 cartons, how many apples are packed in each carton? അതായത് ഒരു ഷോപ്കീപ്പർ 504 ആപ്പിൾസ് വാങ്ങിച്ചു. ആ ആപ്പിൾസിനെ 24 ബോക്സസ് ആയിട്ടാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത് അല്ലെങ്കിൽ പാക്ക് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റിൽ എത്ര നമ്പർ ഓഫ് ആപ്പിൾസ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വീണ്ടും നമുക്ക് സ്റ്റെപ്സ് എഴുതാം. ഇത് മിസ് റബ് ചെയ്തോട്ടെ, കളഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്പർ ഓഫ് ആപ്പിൾസ് ബോട്ട് ബൈ ഷോപ്കീപ്പർ. നമ്പർ ഓഫ് ആപ്പിൾസ് ബോട്ട്. എത്ര ആപ്പിൾ ആണ് വാങ്ങിച്ചത്? എത്ര ആപ്പിൾ ആണ് വാങ്ങിച്ചത്? 504. ഇനി നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് കാർട്ടൺസ് ദാറ്റ് ആപ്പിൾസ് ആർ പാക്ഡ്. ആപ്പിൾസ് പാക്ക് ചെയ്തത് എത്ര കാർട്ടണിലായിരുന്നു, അതായത് എത്ര ബോക്സസ് ആയിരുന്നു? ഈക്വൽ ടു 24 പാക്കറ്റ്സിലായിട്ടാണ് ആപ്പിൾസിനെ പാക്ക് ചെയ്തത്. നമ്പർ ഓഫ് ആപ്പിൾസ് ഇൻ 1 കാർട്ടൺ. അങ്ങനെയാണെങ്കിൽ ഒരു കാർട്ടണിലുള്ള ആപ്പിൾസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 504
divided by 24. 504 divided by 24. അപ്പൊ നമുക്ക് ചെയ്യാം. 504 divided by 24. എല്ലാവരും ഡിവിഷൻ ചെയ്യണം. ചെയ്തോളൂ. നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ സൈഡിൽ എഴുതി ചെയ്യാം. 504 divided by 24. 24 5 പോകത്തില്ല. അപ്പൊ നമ്മളിവിടെ 0 എഴുതി. 24 50 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. Then 48. Then 50 minus 48 എന്ന് പറയുന്നത് 2. Then 24 താഴേക്ക് എടുത്ത് എഴുതി. 24 24 1 time. Then answer is 24. Remainder is 0. Okay, but number of apples in one carton is equal to 504 divided by 24 is equal to 21. So 21 number of apples ആയിരിക്കും ഒരു കാർട്ടണിൽ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മനസ്സിലായോ? എഴുതിയോ? Okay, and the next question. A school has arranged a trip for 798 students. How many buses are required for the trip if each bus can accommodate 38 students? അതായത് ഒരു സ്കൂളിൽ നിന്ന് ഒരു ടൂർ ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് ടൂറിന്? 798 സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 38 സ്റ്റുഡൻസിന് വീതമാണ് ഇവർ ഒരു ബസ്സിലേക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര ബസ് വേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 798 സ്റ്റുഡൻസിന് യാത്ര ചെയ്യാനായിട്ട് എത്ര ബസ് വേണ്ടി വരും? അപ്പോ സ്റ്റെപ്സ് എഴുതാം. നിങ്ങൾ ഇപ്പൊ ഡിവിഷൻ ചെയ്ത് സമയം കളയണ്ട. കാരണം ഞാൻ സ്റ്റെപ്സ് എഴുതി തരാം. നിങ്ങൾ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റെപ്സ് ഡിവിഷൻ കൂടെ ചെയ്ത് പോകണ്ട. അപ്പൊ അന്നേരം സമയം കിട്ടത്തില്ല. എന്ത് പറ്റി അർജുൻ കുമാർ പറയൂ. എന്തോ നോട്ട്സ് ഗ്രൂപ്പിലിടോന്ന്? ഇതിന്റെ നോട്ട്സ് എടുത്തില്ല. അതുകൊണ്ടാണ് മിസ് ഇപ്പൊ ഇവിടെ തന്നെ എഴുതി പോകുന്നത്. കാരണം മാത്സിന് ഇപ്പൊ നമുക്ക് വേറെ ചെയ്ത് അല്ലെങ്കിൽ എഴുതി തരാനില്ലാത്തത് കൊണ്ടാട്ടോ. ഇതിന്റെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യും. അത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്കൂൾ ട്രിപ്പ് സ്കൂൾ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു? 798. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു 798. 798. അടുത്തത് എന്താ? Number of students that each bus can accommodate. That ഒരു ബസ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. Each bus can accommodate. ഒരു ബസ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാന്ന്? is equal to accommodate is equal to 38. 38 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബസ്സസ് റിക്വയർഡ്. നമ്പർ ഓഫ് ബസ്സസ് റിക്വയർഡ് അങ്ങനെയാണെങ്കിൽ എത്ര ബസ് വേണം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? 798 ഡിവൈഡഡ് ബൈ 38. നമ്മൾ എന്താ ചെയ്യണ്ടേ? 798 divided by 38. 798 divided by 38. 798 divided by 38. Okay, 38 എത്ര ടൈംസ് പോകും? 7 0 times. Then 79 38 into 2 വരുമ്പോ 76. Okay, then 2
76. Then 9 minus 6 is equal to 3. 7 minus 7 0. 8 ne താഴേക്ക് എടുത്ത് എഴുതി. Then 38. 38 1 time ആയിരിക്കും പോകുന്നത്. Then 38 again. Remainder 0. അപ്പോൾ ഇവിടെ എത്ര ബസ്സസ് വേണ്ടി വരും? Number of buses is required is equal to 21. 21 number of buses ആണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ഒന്നും എഴുതി തരേണ്ട കാര്യമില്ല, എന്നാലും ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും സ്റ്റെപ്പ് എഴുതി തരുന്നത്. നിങ്ങൾ അതൊക്കെ ഇനി തനിയെ ചെയ്യാനായി സ്റ്റെപ്സ് എഴുതാനും എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കേൾക്കുന്നുണ്ടോ? കേട്ടോ? ഓക്കെ, last question. Each chapter last question ആണ്. A travel company owns a fleet of cars and buses. The maximum capacity of each car and bus is given in the table. How many small cars are required to accommodate 19 passengers? എന്താ ചോദിച്ചിരിക്കുന്നേ? ഇവിടെ നമുക്കൊരു ട്രാവൽ കമ്പനിയിലുള്ള നമ്പർ ഓഫ് ബസ്സസും കാർസിന്റെ ലിസ്റ്റ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദി മാക്സിമം കപ്പാസിറ്റി ഓഫ് ഈച്ച് കാർ, ഓരോ കാറിന്റെയും ബസ്സിന്റെയും മാക്സിമം കപ്പാസിറ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്മോൾ കാർസിൽ 4 പാസഞ്ചേഴ്സ്, ബിഗ് കാറിൽ 8 പാസഞ്ചേഴ്സ്, മിനി ബസ്സിൽ 26 പാസഞ്ചേഴ്സ്, നോൺ എ സി ബസ്സിൽ 42 പാസഞ്ചേഴ്സ്, വോൾവോ ബസ്സിൽ 54 പാസഞ്ചേഴ്സ്. ഇത്രയും പേർക്ക് യാത്ര ചെയ്യാം ഒരേ സമയം. അങ്ങനെയാണെങ്കിൽ 19 പാസഞ്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് എത്ര കാർ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സ്മോൾ കാർ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം വേണ്ടി വരും? അത് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. എത്ര എണ്ണം വേണ്ടി വരും എന്ന് ചെയ്ത് കണ്ടുപിടിക്കണം. അതിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. A group of 56 people wants to hire a big car. Find out how many big cars they needed. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്? ഒരു ഗ്രൂപ്പ് 56 പീപ്പിളിന്റെ ഒരു ഗ്രൂപ്പ് ആണുള്ളത്. ഇതിന്റെയൊക്കെ സ്റ്റെപ്സ് നിങ്ങൾ തനിയെ എഴുതണം കേട്ടോ. ഞാനിപ്പോ ജസ്റ്റ് എങ്ങനെയാണ് ഇത് പ്രോബ്ലം ചെയ്യുന്നതെന്ന് മാത്രമേ പറഞ്ഞു തരുള്ളൂ. സ്റ്റെപ്പ് തനിയെ എഴുതി കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് ഓഫ് 56 people wants to hire ബിഗ് കാർസ്. നമുക്കറിയാം ഒരു ബിഗ് കാറിൽ 8 നമ്പർ ഓഫ് പീപ്പിൾസിന് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്കിവിടെ 56 പീപ്പിളിന്റെ ഗ്രൂപ്പാണ് ഉള്ളത്. 56 പേരാണ് ഉള്ളത്. ഒരു സമയം ഒരു കാറിൽ 8 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര കാർ വേണമെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 56 ഡിവൈഡഡ് ബൈ 8. 56നെ നമുക്ക് 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ആണോ? എത്ര വരും? ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ എത്ര വരും അർജുൻ കുമാർ? എന്ത് വരും മോൻ ആൻസർ? പറയൂ. 56 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 7. 8ന്റെ ടേബിളിൽ 8 7s are 56 ആയതുകൊണ്ട് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റി. എത്ര നമ്പർ ഓഫ് ബിഗ് കാർസ് ഇവിടെ വേണ്ടി വരും? 7 നമ്പർ ഓഫ് കാർസ് വേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 700 passengers board 17 non-AC buses. Do the buses have any vacant seats? If yes, how many? അതായത് 700 passengers ഉണ്ടായിരുന്നു. അവർ എത്ര വെഹിക്കിൾ ആണ് എടുത്തത്? അവര് നോൺ എ സി ബസ് 17 നോൺ എ സി ബസ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ആ ബസ്സിൽ ഇനി വേക്കൻറ്റ് സീറ്റ്സ് ഉണ്ടാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, അപ്പോ ഒരു നോൺ എ സി ബസ്സിൽ എത്ര പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റും? 42 നമ്പർ ഓഫ് പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാം അല്ലേ? ഒരു നോൺ എ സി ബസ്സിൽ 42 പാസഞ്ചേഴ്സിന് പാസ് ചെയ്യാം. ഇവർ ഓൾറെഡി 17 ബസ്സസ് എടുത്തിട്ടുണ്ട്. അപ്പൊ 17 into 42 നമ്മൾ ആദ്യം ചെയ്യാം. എത്രയാണ് 17 into 42? 17 into 42 എന്ന് പറയുന്നത് 1
4914 വരും. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ 17 നോൺ AC ബസ്സസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. 700 പാസഞ്ചേഴ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര സീറ്റ് ഉണ്ടായിരിക്കും? വേക്കന്റ് ആയിട്ട് കിടക്കുന്ന സീറ്റിന്റെ എണ്ണം കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിങ്ങൾ അത് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. മക്കള് മൈനസ് ചെയ്ത് സമാധാനമായിട്ട് ഇരുന്ന് കണ്ടുപിടിച്ചാൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിപ്പോ ഈ ക്ലാസ്സിന്റെ ടൈം കട്ടാവും, അതുകൊണ്ടാണ് മിസ് ഇച്ചിരി സ്പീഡിൽ പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, how many Volvo buses are required to accommodate 3,430 passengers? Is the same number of buses enough to accommodate 22 more passengers? അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്? 3,430 പാസഞ്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് എത്ര വോൾവോ ബസ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വോൾവോ ബസ്സിൽ 54 പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാം അല്ലെ? അപ്പൊ 3,430 നമ്പർ ഓഫ് പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാനായിട്ട് എത്ര ബസ് വേണം എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3,430 ഡിവൈഡഡ് ബൈ നമുക്ക് 54 ചെയ്യണം. എന്നാലല്ലേ എത്ര എത്ര ബസ് വേണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആണോ? ഒരു ബസ്സിൽ 54 പേർക്ക് യാത്ര ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 3,430 പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാനായിട്ട് എത്ര ബസ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? 3,430നെ 54 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ആണോ? ആണോ? എനിക്ക് തോന്നുന്നത് ഫുള്ള് നെറ്റ് കട്ടാവുന്നുണ്ട്. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, മിസ് ഇതിന്റെ ആൻസർ ഞങ്ങൾക്ക് എഴുതിയിട്ട് ഇന്ന് പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. മിസ് ഇത് ഞങ്ങൾക്ക് ഇന്ന് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ മിസ്, അതിന് മുൻപ് പറഞ്ഞ 8, 9, 10 ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം, നോട്ട്ബുക്കിലേക്ക് എഴുതി ചെയ്യാം കേട്ടോ. ഇതിന്റെ ആൻസർ ഇന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും.